ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമ്മൾ അത്താഴം മുതൽ നോമ്പുതുറ വരെയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ. പിന്നെ നമ്മളെ വീഡിയോക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതാ സമയം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ അത്താഴത്തിന് എണീറ്റതാണ് കേട്ടോ. അപ്പോൾ അതാ നേരെ അടുക്കളയ്ക്ക് കയറി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ എല്ലാം കൂടി പരന്ന് കിടക്കണേ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ തലേന്ന് ആങ്ങളിനെയും നാത്തൂനെയും കൂടി നോമ്പ് തുറക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നുണ്ടായൊരു നോമ്പ് തുറക്കലായിരുന്നു. ഒരു ഉരണിൻ്റെ ശേഷം കേട്ടോ പ്ലാനിങ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അന്നത്തെ തലേന്നത്തെ പിന്നെ ബിരിയാണിയും പത്തിരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഇപ്പോൾ അത്താഴത്തിന് നമ്മൾ കഴിക്കണത്. പിന്നെ അതാ ആദ്യം ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അതുപോലെ പത്തിരി ഒന്ന് ചൂടാക്കി എടുക്കണം. കുറുമക്കറി ആയിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്, അതും ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കാക്കാക്കൊന്നും ചോറ് അത്താഴത്തിന് പറ്റൂല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് കഴിക്കാമല്ലോ. അപ്പോൾ ഒക്കെ ഒന്ന് ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ചോറൊക്കെ ഒന്ന് ചൂടാക്കാനും ചായയൊക്കെ ഒന്നാണ്ട് തിളപ്പിക്കാനൊക്കെയാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ ഇവിടെ പരന്ന് കിടക്കണം, നമ്മൾ ഉണങ്ങാനും വേണ്ടി ഇട്ടതാണ് ഈ പാത്രം കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിമേൽ വെള്ളം തോരാനും വേണ്ടി അങ്ങനെയാണ്ട് കവിത്തി വെച്ചതാണ്. അപ്പോൾ ഒക്കെ ഒന്നാണ്ട് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. ഇങ്ങനെ പരന്ന് പിടിച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു തലക്ക് പിരാന്താണ് എല്ലാം കൂടി പരന്നെടുക്കണ കാണുമ്പോൾ. അപ്പോൾ അതൊന്ന് ഒതുക്കി വെച്ചാലൊരു സമാധാനമാണ്. അപ്പം നമ്മൾ അത്താഴത്തിന് ഫുഡ് ഉണ്ടാക്കാനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മണിക്ക് തന്നെ എണീറ്റ് അടുക്കളയ്ക്ക് ഇങ്ങോട്ട് പോരുട്ടാ. അധികം നമ്മൾ ദോശ പിന്നെ ചുടലാണ്, കലക്കിക്കാണ്ട് അപ്പം തന്നെയാണ് ചുട്ടെടുക്കലാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അടുക്കളയ്ക്ക് ഇങ്ങോട്ട് പോരും. ചുട്ട് റെഡി ആയി കിട്ടണം. നമ്മൾ 4-5 ആൾക്കാർക്കുള്ളത് റെഡി ആവണ്ട. കറി നമ്മൾ തലേന്നത്തെ കറി തന്നെ ഉണ്ടാകും. പിന്നെ ദോശ നമ്മൾ അപ്പക്കപ്പൊക്കെ ചുടലാണ് കേട്ടോ. പിന്നെ ആ വരച്ചൊന്നും ഫ്രിഡ്ജിൽ വെക്കലില്ല. പിന്നെ ചോറ് ഇവിടെ ഉണ്ടാക്കലില്ല. ആകെ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് പിന്നെ ആരും കഴിക്കൂല കേട്ടോ അത്താഴത്തിന്. എല്ലാവർക്കും പത്തിരിയാ ദോശ അങ്ങനെ എന്തെങ്കിലും കേട്ടോ. പിന്നെ നമ്മൾ അവലവെള്ളം കലക്കൂട്ടാം. ഇന്നിപ്പോൾ നമ്മൾ അവലവെള്ളമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടില്ല. ബിരിയാണിയും പത്തിരിയും കറിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടില്ല. ഇന്ന് ഭയങ്കര മടിയിട്ടാം. മറ്റേ നമ്മൾ അവലവെള്ളം എന്തായാലും മസ്റ്റാണ്. അത് കുടിച്ചാൽ ഒരു ക്ഷീണവും വഴക്കും ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ തന്നെ നമ്മൾ അടുക്കളയ്ക്ക് വന്നപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെഡിയാക്കാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 മണിക്ക് തന്നെ അങ്ങോട്ട് അടുക്കളയ്ക്ക് പോരും. ഇന്നിപ്പോൾ ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനല്ലേ ഉള്ളൂ. പിന്നെ ഇന്നിപ്പോൾ അവലുവെള്ളം ഉണ്ടാക്കാനാണെങ്കിൽ ആന മടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു 1/4 മണിക്കൂർ കൊണ്ട് നമുക്ക് ചൂടാക്കുന്ന പരിപാടിയൊക്കെയാണ് കഴിയുമല്ലോ. 4:30 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 4:45 ആകുമ്പോഴത്തേനൊക്കെ റെഡിയായി 5:20 ഉള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കെട്ടിയവനെ വിളിച്ചു കൊടുത്തിട്ടുണ്ട്, മക്കളെ വിളിച്ചു കൊടുത്തിട്ടുണ്ട്, ഉമ്മ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനെ ഇതാ പകുതി ഉറക്കത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുഖം കഴുകാതെയാണ് ആൾ വന്നിരുന്നത്. അപ്പോൾ പിന്നെ ഉറക്കം തെളിയോ അങ്ങനെ പിന്നെ ഓടിപ്പിച്ച് മുഖമൊക്കെ കഴുകിക്കാണ്ട് വന്നിരുത്തിയതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോൾ ആളൊരു ചിരി ചിരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊന്നും വിളമ്പിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആവശ്യക്കാർക്ക് എന്താ വേണ്ടത് അതാണ്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ കാക്കാക്കും മോനക്കും പിന്നെ പത്തിരിയും കറി മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പിന്നെ ബിരിയാണിയും കഴിക്കാനാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഏതായാലും നമ്മൾ അത്താഴച്ചോറൊക്കെ ഒന്നാണ്ട് കഴിച്ചാട്ടെ. എനിക്കും പിന്നെ വലിയ ഇഷ്ടമല്ല കേട്ടോ ചോറൊന്നും അത്താഴത്തിന് കഴിക്കണത്. ഞാനും ഇങ്ങനെ എന്തെങ്കിലും അത്താഴത്തിന് പൊതുവേ ഒന്നും കഴിക്കണത് ഇഷ്ടമല്ല. അവല് വെള്ളം ഒരു ഗ്ലാസ് പിന്നെ 2 ഗ്ലാസ് കുടിക്കാൻ ഇഷ്ടമാണ്. അല്ലാതെ ഒന്നും കഴിക്കണത് ഇഷ്ടമല്ല. ഇന്നിപ്പം തലേന്ന് ആ ഒരു തിരക്ക് കൂടി ഒന്നും തിന്നിട്ട് ഒന്നും എവിടേക്കും എത്തിയിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ബിരിയാണി തിന്നാനും പിന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ബിരിയാണിയൊക്കെ കഴിക്കണം. അങ്ങനെ പിന്നെ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് നീറ്റാക്കിയിട്ടതിന് ശേഷം നമ്മളത് നിസ്കരിക്കാനും വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് പാത്രം കഴിക്കലും അതൊക്കെ ഒന്ന് കഴിയുമ്പോൾ തന്നെ സുബൈബാഗ് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ കൊടുത്ത പാട് പിന്നെ നമ്മൾ ഇതൊക്കെ വേഗം ഒന്നെടുത്ത് നിസ്കരിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ഖുർആൻ ഓതും. പിന്നെ ഒന്ന് കിടക്കും കേട്ടോ. കിടക്കണ്ടെന്ന് വിചാരിക്കും, പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ ഒരു മണിക്കൂർ ഉറങ്ങിയാലാണെങ്കിൽ ഉറങ്ങാനുള്ളൊരു മുഴുവനാക്കാൻ നേരം. കാരണം നേരെ വെളുത്ത കുട്ടികൾക്ക് സ്കൂൾക്ക് പോകണം, 8:30 ആകുമ്പോൾ സ്കൂൾക്ക് പോകണം. ഇപ്പോൾ മദ്രസ ഉണ്ടാവുമല്ലോ, അപ്പോൾ 7 മണിക്ക് മദ്രസക്കും പോകണം. അപ്പോൾ ഏതായാലും നമ്മൾ നിസ്കരിച്ചുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഓതിയിട്ട് പിന്നെ ഒന്ന് കിടക്കും.
പിന്നെ കിടക്കാത്തതാണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ നല്ലൊരു ഉന്മേഷം കാര്യങ്ങൾ ഒന്ന് കിടന്ന് എണീറ്റാൽ പിന്നെ ഒരു ക്ഷീണവും കാര്യമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പിന്നെ പണിയെടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും പിന്നെ കിടന്ന് ഉറങ്ങാനൊന്നും നിന്നിട്ടില്ല. ഓതലൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഫോണിട്ട് അങ്ങനെ കിടന്നു. എന്താണെന്നാവും ഇന്ന് ഉറക്കമൊന്നും വന്നില്ല. അപ്പോൾ സമയം എടുക്കണ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇതാ മക്കൾ മദ്രസക്ക് പോവാണ് കേട്ടോ. അപ്പോൾ മോനാണ്ട് പോയിട്ടുണ്ട്, ബാക്കിലായിട്ട് മോളും പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതാ മുറ്റടിച്ച് തരാമെന്ന് വിചാരിച്ച്. ഇപ്പം മുറ്റടിച്ച് തരൽ ഡെയിലി ഒന്നുമില്ല കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഇപ്പം മുറ്റടിച്ച് തരുന്ന പരിപാടിയുള്ളൂ. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഈ നോമ്പായിട്ട് ഭയങ്കര ക്ഷീണമുണ്ട്. മുറ്റടിച്ച് തരാനൊക്കെ മുറ്റൊക്കെ അടിച്ച് തരി വരുമ്പോൾ നല്ലോണം കുഴങ്ങണുണ്ട്. നല്ലൊരു പിന്നെ എക്സസൈസ് പോലത്തെ ഒരു പണിയാണല്ലോ മുറ്റടിച്ച് തരാൻ എന്നുള്ളത്. നമുക്കാണെങ്കിൽ നല്ലോണം ഉണ്ടാവും ചെയ്യും അടിച്ചു തരാൻ. അപ്പോൾ ആകെ ക്ഷീണിക്കൂട്ടാം. അപ്പം ഞാൻ എപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ അടിച്ചു തരാൻ വേണ്ടി നിൽക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ മുറ്റൊക്കെ ഒന്നാണ്ട് അടിച്ചു തരി എടുക്കുകയാണ്. ഒരു ഭാഗം ഒന്നാമൊന്നും അടിച്ചു വരില്ല കേട്ടോ. സിറ്റ് ഔട്ട് ഒരു ദിവസം അടിച്ചു തരികയാണെങ്കിൽ ബാക്ക് ഭാഗം ഒരു ദിവസം നോമ്പിന് ഇങ്ങനെ കണ്ട് പോവട്ടെ എന്ന് വിചാരിച്ച്. അല്ലാതെ ഡെയിലി നമ്മൾ അടിച്ചതിൻ്റെ പരിപാടി നടക്കൂല. നോമ്പ് നോക്കിയിട്ട് ആകെ ക്ഷീണിക്കും അടിച്ചു തരൽ കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോവട്ടെ. എന്നുമില്ലേ നമ്മളിങ്ങനെ ദിവസം അടിച്ചു വാരണം. നോമ്പിനൊരു റെസ്റ്റ് ആയിക്കോട്ടല്ലേ. എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. നോമ്പൊക്കെ ആയിട്ട് പിന്നെന്താണ് ഒരു ക്ഷീണവും ഇതൊക്കെ ചൂടുകൊണ്ട് എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അടിച്ച് വരുമ്പോഴാണ് അധികം കുഴക്കും ക്ഷീണമൊക്കെ വരട്ടെ. മുറ്റം അടിച്ച് വരുമ്പോൾ അകം അടിച്ചേരി തുടക്കൽ ഒന്നരാട ഇട്ടിട്ട് അടിച്ചേരി തുടക്കും. മുറ്റം അങ്ങനെ അടിച്ച് വരലില്ല. ഇപ്പോൾ ആഴ്ചയിൽ ഞാൻ പറഞ്ഞില്ല 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് അടിച്ച് വരെടുക്കുക. അപ്പം ഞാനിതൊക്കെയാണ് മുറ്റടിച്ച് വരലൊക്കെ കഴിഞ്ഞപ്പോൾ കാക്ക പിന്നെ ചെടികളൊക്കെ ഒന്ന് നനച്ചെന്നാണ് കേട്ടോ. പിന്നെ നല്ലോണം പൊടിയൊക്കെ പാറുന്നുണ്ട്. അപ്പോൾ റോഡ് സൈഡൊക്കെ ഒന്ന് വെള്ളം മാർന്ന് ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ചെടികളും നനച്ച് മുറ്റമൊക്കെ ഒന്നാണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിയൊക്കെ ഒന്ന് പാറലൊന്ന് ഒരു കുറവുണ്ടാവുമല്ലോ മുറ്റത്ത് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചാൽ. നല്ലോണം പൊടി, നമ്മൾ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നല്ലോണം പൊടി ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻഡോറിൽ പ്ലാന്റൊക്കെ സെറ്റാക്കി വെച്ചല്ലോ. ആ പ്ലാന്റ് ഞാൻ പിന്നെ ക്ലീൻ ആക്കാനൊന്നും പിന്നെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മൾ നോമ്പ് തുറക്കണങ്ങൾക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ആ ക്ഷീണവും കഴിക്കലും കൂടെ ആയിട്ട് ഇത് ക്ലീൻ ആക്കുന്ന പരിപാടി നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഇതൊക്കെ ആ 2 ചെടി ഞാനൊരു തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് ആ ഒരു സ്ഥലത്ത് ചെടി വെച്ചപ്പോൾ തന്നെ ഭംഗിയുണ്ടെന്ന് തോന്നി അത് അവിടെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഓരോ മൂടാണ്, ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ചെടികളൊക്കെ ഉണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ടേബിളും ടീപ്പോയും ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ടേബിളൊക്കെ ഡെയിലി 2 വട്ടം എന്ന് പറഞ്ഞാൽ തുടക്കണം. കാരണം ഇപ്പോൾ ടി വി ഇവിടെ ഓണാക്കിയതിൽ പിന്നെ മക്കൾ പിന്നെ എത്ര ഇവിടെ ഇരിക്കരുത് പറഞ്ഞാലും ഒരു ടേബിളിൻ്റെ അവിടെ തന്നെ വന്നിരിക്കുള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അവരെ കയ്യൊന്നും തട്ടിയാൽ ഒരു അടയാളം വരുമല്ലോ ഈ ഗ്ലാസ്സുമ്മൽ. അപ്പോൾ ഒരു ദിവസം 2-3 വട്ടമൊക്കെ തുടക്കേണ്ടി വരും. അങ്ങനെ ഏതായാലും ടേബിളും ടീപ്പോയൊക്കെ തുടച്ച് റാക്കും കാര്യങ്ങളൊക്കെ ഒന്നിതാ തുടച്ചെടുക്കുകയാണ് കേട്ടോ. റാക്ക് സോറി വാഷ് ബേസും ഭാഗങ്ങളൊക്കെ ഒന്നാണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഇതാ അടിച്ചു വാരലാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ ഇൻഡോറിൽ വെച്ചപ്പോൾ അകത്ത് വെച്ചപ്പോൾ എന്താ പറയില്ല ഒരു പോസിറ്റീവ് വൈബാണ്. ഒരു ഭയങ്കര മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അതിങ്ങനെ ചെടികളിങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ അത് കാക്കാനോട് പറയും ചെയ്യും. പിന്നെ മനസ്സിനൊരു സന്തോഷം കിട്ടണ പോലെ ചെടികളിങ്ങനെ അകത്തൊക്കെ വെച്ചപ്പോൾ ഇനിയും ഒരുപാട് ചെടികൾ വെക്കാനല്ല ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് വെക്കണം. അങ്ങനെയൊക്കെ അങ്ങനെ ഇതാ അടിച്ചു വാരലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് തുടക്കാനുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ഇനി തുടക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അടുക്കളയിൽ പ്രത്യേകിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല, പാത്രം കഴുകാനൊന്നും ഇല്ല. ഉള്ളതൊക്കെ പിന്നെ നമ്മളാണ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഇതാ കുറച്ച് ലിക്വിഡൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഒരു മണവും കാര്യമൊക്കെ കിട്ടാൻ വേണ്ടി ഒഴിച്ചിട്ട് ഇതാ ഞാകൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ മക്കൾ പിന്നെ 7 മണിക്കാണ്ട് പിന്നെ മദ്രസക്ക് പോയാൽ 8:30 ആകുമ്പോഴത്തേന് 8:15 ആകുമ്പോഴത്തേന് മദ്രസ കഴിയും. ആകെ 1 മണിക്കൂർ ക്ലാസ്സേ ഉള്ളൂ. 8:30 ആയപ്പോഴത്തേക്ക് മക്കൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടിച്ചു വാരലും പിന്നെ ചെടി നനക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ആകെ അടിച്ചേരി തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും മക്കൾ മദ്രസയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ അത്താഴത്തിന് കഴുകി വെച്ച കുറച്ച് പാത്രം ഉണ്ടല്ലോ, അത് വെള്ളമൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഇതവിടെ ഒന്ന് കമഴ്ത്തി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. വെള്ളം ഒക്കെ ഒന്ന് പോയി ഉണങ്ങിയതിൻ്റെ ശേഷമാണ് ഷെൽഫൊക്കെ എടുത്തേക്കാൻ വിചാരിച്ചിട്ടാണ്.
പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്നാണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിയ പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്ത് കണ്ട് എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. തുടക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ അടുക്കളത്തെ റാക്കും കാര്യങ്ങളൊക്കെ തുടച്ച് അടുക്കളയും വർക്കേരിയും ഒക്കെ തുടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വെച്ച പാത്രങ്ങൾ ഇനി ഉണങ്ങിയ ശേഷം വേണം അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാനും. അങ്ങനെ ഇതാ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേസ്റ്റ് കൊണ്ടുപോയി തട്ടാനുണ്ട്. പിന്നെ മോപ്പൊന്ന് കഴുകി വെക്കണം. അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളൊക്കെയാണ് ഇട്ടുള്ളത്. പിന്നെ ആ ഒരു പണികളൊക്കെ കണ്ട് കഴിഞ്ഞ ശേഷം ഇതൊക്കെയാണ് മാങ്ങ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യമൊന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ മാങ്ങൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇപ്പോൾ ഇതൊരു 2 മണിൻ്റെ ശേഷം കേട്ടോ നമ്മൾ പിന്നെ വീഡിയോ എടുക്കണത്. അപ്പം ഞാനിതൊക്കെയാണ് ചില മാങ്ങ നോക്കുമ്പോഴൊക്കെ ചെനച്ചതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉപ്പും മുളകും കൂട്ടി തിന്നല്ല വെച്ചിട്ട് നീളത്തിലും കട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാത്തത് ഇതൊക്കെയാണ് അച്ചാറിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുമാതിരി ചെനച്ചതൊക്കെ ഞാൻ മധുരം ഇട്ടുകൊണ്ടുള്ള അച്ചാറിന് വേണ്ടിയും മറ്റേത് ഞാൻ മധുരം ഇടാത്ത മോഡൽ അച്ചാറിന് വേണ്ടിയിട്ട് അങ്ങനെ 2 വിധമാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഇനി ഏതായാലും അച്ചാറൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് ഇതാ ഒലിവും കടുകും ഒന്ന് വറുത്ത് എടുക്കണം. അതുപോലെ ഉണക്കമുളകും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനിതാ പാനൊക്കെ വെച്ച് കൊടുത്തിട്ട് ആദ്യം കടുകൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി ഇതാക്കിയാൽ മതി. അല്ലാതെ അധികമായിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അങ്ങനെ കടുക് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഉലുവ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഒരു 3 ഉണക്കമുളകും ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇത് 3ഉം കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു മോഡൽ അച്ചാർ ആദ്യമായിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഇവിടെ അധികവും മധുരം ഇട്ടുകൊണ്ടുള്ള ഒന്നും ഒരു അച്ചാറാണ് ഉണ്ടാക്കല് കേട്ടോ. മാറ്റി പിടിച്ച് നോക്കില്ല. അപ്പോൾ കാക്കാക്ക് ആ ഒരു മധുരം ഇട്ടുകൊണ്ടുള്ള അച്ചാർ ഇഷ്ടമില്ല കേട്ടോ. എനിക്കും മക്കൾക്കും ആണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ആ ഒരു മധുരം ഇട്ടുകൊണ്ടുള്ള മാങ്ങ അച്ചാറാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇന്ന് ഏതായാലും ഈ ഒരു മോഡൽ വേറൊരു മോഡലാണ് ഇപ്പം ഞാൻ ഇട്ട് നോക്കുന്നത്. ഇങ്ങനെ അച്ചാർ ഇടലില്ല, ഞാൻ ഇട്ട് നോക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മളെ പിന്നെ കത്തിക്കുന്ന തോക്കുണ്ടല്ലോ, ആ ഒരു തോക്ക് ഇപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ട് കുറേ ഇരിക്കണം. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ചോപ്പ് തോക്കുതാ അത് ഞാൻ പത്തിരി ചുടുമ്പോൾ അതിൻ്റെ കല്ലിൻ്റെ അടിയിൽ പെട്ടിട്ട് ആ പ്രസ് ചെയ്യുന്ന സംഭവം ഉരുകി പോയിട്ട് അവിടെ പിടിച്ച് നിന്ന് പിന്നെ അത് നെങ്ങിയിട്ട് നിങ്ങണില്ല. നല്ല തോക്കിന് പുതിയത് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻറ്റ് വന്നിട്ട് അപ്പോൾ അത് എടുത്തപ്പോൾ ഇങ്ങനെ ഓർമ്മയപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം ഞാൻ ഏതായാലും അച്ചാർ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ വെളിച്ചെണ്ണ എടുത്തത് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കി എടുക്കുന്നത്. എല്ലാവരും പിന്നെ എണ്ണയിലേക്കാരല്ലേ അച്ചാർ റെഡിയാക്കി എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് ഏതായാലും ഇപ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലേ. അപ്പം ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ കടുക് പൊട്ടിക്കാനിട്ട് കൊടുത്തിട്ട് പിന്നെ ചെറിയ തീയിൽ വേണം ഇട്ടാൽ അല്ലെങ്കിൽ തീയാണ് ഓഫാക്കി കൊടുത്താലും മതി. പിന്നെ അതൊക്കെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി നമ്മൾ വീഡിയോ എടുക്കല്ലേ, അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേഗം അതിലേക്ക് പിന്നെ കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ വേഗം വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളി ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഞാനിതൊരു റെസിപ്പി ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്താൽ മുളക് പൊടി കരിഞ്ഞ് പോകില്ല എന്നുള്ള ഇതിൽ ഞാൻ വേഗം ഒഴിച്ച് കൊടുത്തതിൽ വിനാഗിരി ഒഴിച്ച് കൊടുത്ത് കുറച്ച് കയറിയിട്ട് അപ്പോൾ അതിലത്തെ കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അച്ചാർ കൂടി ഉണ്ടാക്കാണ്ടല്ലോ, അതിലേക്ക് എടുക്കില്ല വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിലേക്കൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ പിന്നെ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടി ഉണ്ടല്ലോ, ഇതാണ് അതിലേക്ക് കാര്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് ഇട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നു വേണ്ട കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് തിളച്ച് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ തീ ഓഫാക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു മോഡൽ അച്ചാറിടൽ കഴിഞ്ഞിട്ട് ആ ഒരു മോഡൽ അച്ചാറിടൽ എളുപ്പത്തിൽ കയ്യിലൊന്നും വേണ്ടല്ലോ, വെളുത്തുള്ളിയും ഇഞ്ചും ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇനി രണ്ടാമത്തെ അച്ചാറിടട്ടെ. ഇത് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് കടുകും പൊട്ടിച്ചിട്ട് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളെ അച്ചാർ പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മാങ്ങ അതിലേക്ക് ഇട്ട് ഉപ്പിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അച്ചാർ പൊടി ഇതാ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ മാങ്ങനെ മുകളിലായിട്ട് അച്ചാർ പൊടി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതിലേക്ക് ഒരു കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മധുരം ഇട്ടുകൊണ്ട് അച്ചാറുണ്ടാക്കി എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കാക്കാക്ക് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു അച്ചാർ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ്.
മധുരം ഉള്ള അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ അച്ചാറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള ആ ഒരു വിനാഗിരി ആ അച്ചാർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അച്ചാർ രണ്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല കളർഫുൾ അച്ചാർ കേട്ടോ. മറ്റേ അച്ചാർ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഉലുവൻ്റെയും കടുകൊക്കെ വറുത്ത് പൊടിച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അത്താഴത്തിന് നോമ്പ് തുറക്കാനുള്ള പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ അയില മുളകിട്ടതും ആണ് കേട്ടോ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. എന്നും ചിക്കൻ കൂട്ടി മടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അയിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഉലുവ ഇട്ടെടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്ത് പിന്നെ ഇതാക്കണം അതിലേക്ക് വലിയ ഉള്ളിയൊക്കെ ഇട്ടെടുത്ത് പച്ചമുളക് ഇട്ടെടുത്ത് പിന്നെ ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരടുപ്പത്ത് ഇതൊക്കെ നമ്മൾ അയില പിന്നെ വറ്റിച്ചുകാണ്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിലേക്കുള്ളതൊക്കെ അവിടെ സെറ്റാക്കിക്കാണ്ട് മറ്റൊരടുപ്പത്ത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ കറിക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതാക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിയതിൻ്റെ ശേഷമേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വറ്റിച്ചുകാണ്ടാണ് കേട്ടോ നമ്മൾ അയില പൊരിക്കുക. അപ്പോൾ മാങ്ങ ഒക്കെ ഇട്ടുകാണ്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വറ്റിച്ചുകാണ്ട് പൊരിച്ചെടുക്കുമ്പോൾ. ഇനിയിപ്പോൾ കറിക്ക് ഞാൻ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മാങ്ങ ഇട്ടിട്ട് ഈ വെള്ളം ഒന്നും ഇങ്ങോട്ട് വരുന്ന ടൈമിൽ മാങ്ങക്കപ്പത്തിന് വെന്ത് വരുമല്ലോ, അപ്പോൾ അതിലേക്ക് മീനോട് ഇട്ട് കൊടുത്താൽ നമ്മൾ അയില മുളകിട്ടത് അവിടെ റെഡി ആയിക്കോളും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതാണല്ലേ. നിങ്ങൾക്ക് ബോറടിക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്താളിട്ടാ. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടച്ചൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അടച്ചെടുത്തൊക്കെയാണെങ്കിൽ പിന്നെ ആവി വന്നിട്ട് വെള്ളത്തേക്ക് പോകില്ല. അപ്പോൾ തുറന്നിട്ട പാടാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ വറ്റിക്കാനുള്ളതൊക്കെ അവിടെ വറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇന്നിപ്പോൾ പൊരിയായിട്ട് ഉണ്ടാക്കുന്നത് മുട്ട ബജിയാണ് കേട്ടോ. അപ്പോൾ മുട്ട കട്ട് ചെയ്തപ്പോൾ കത്തിമത്തെ കറയണോ എന്താണെന്ന് അറിയില്ല, ആ മാങ്ങ കട്ട് ചെയ്ത ആ ഒരു കറയിക്കാരം മുട്ടമേലായിട്ടുണ്ട്. അപ്പോൾ മസാല നമ്മൾ മുട്ട ബജിക്കുള്ള മസാല തലേന്ന് റെഡിയാക്കി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് പൊരിക്കണമെന്ന് ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ മീനൊക്കെ ഇട്ടെടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മീനിട്ടാൽ പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതിയാകും. അങ്ങനെ മീൻ കറിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീൻ കറിക്ക് നമ്മൾ ഓട്ടട റെഡിയാക്കി എടുക്കണത്. അതുപോലെ ഇന്ന് അത്താഴത്തിന് പിന്നെ ചോറുണ്ടാക്കാൻ വിചാരിച്ച്. എനിക്ക് അത്താഴത്തിന് ഞാൻ ചോറ് കഴിച്ചാൽ പോകില്ല. അത്താഴത്തിന് ഓട്ടട എന്തെങ്കിലും കഴിക്കണം വിചാരിക്കുന്നുണ്ട്. നോമ്പ് പറഞ്ഞതിൻ്റെ ശേഷം ചോറ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഓരോരോ ആഗ്രഹങ്ങളാണ്. അങ്ങനെ നമ്മളെല്ലാ ഐറ്റംസ് റെഡിയാക്കി നമ്മൾ ടേബിൾ മേൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട ബജി പൊരിച്ചെടുത്തിട്ടുണ്ട്. മാങ്ങ ഉപ്പും മുളക് ഇട്ടുകാണ് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് മുന്തിരിയും പിന്നെ ഓറഞ്ചുമാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നോമ്പ് തുറക്കുമ്പോഴത്തെ വിഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ അത്താഴത്തിനുള്ളതൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കക്കരിക്ക ജ്യൂസും വത്തക്ക ജ്യൂസും റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കണം മുന്നായിട്ട് നമ്മൾ എല്ലാ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുൾ സെറ്റാണ്. അപ്പോൾ ഓക്കെ.